കൊട്ടിയൂരിൽ രോഹിണി ആരാധനയും ആലിംഗന പുഷ്പാഞ്ജലിയും നാളെ 3 വർഷത്തിനു ശേഷമാണ് ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ അക്കരെ കൊട്ടിയൂരിൽ നടക്കും. സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് കുറുമാത്തൂർ നായ്ക്കൻ സ്ഥാനികൻ നടത്തുന്ന സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും നാളെ നടക്കും. ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്ക് പെരുമാൾക്ക് പാലമൃത് അഭിഷേകവും കളഭാഭിഷേകവും നടത്തും. പഴശ്ശി കോവിലകത്തു നിന്നുമാണ് ആരാധനയ്ക്ക് വേണ്ട പൂജാദ്രവ്യങ്ങൾ എത്തിക്കുക. രോഹിണി ആരാധന ദിവസം വലിയ ഭക്തജന തിരക്കാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത്. ആലിംഗന പുഷ്പാഞ്ജലിക്കും വലിയ സവിശേഷതയാണുള്ളത്. വൈശാഖ മഹോത്സവ കാലത്ത് വരുന്ന രോഹിണി നക്ഷത്രത്തിൽ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ ഇല്ലത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഭഗവൽ സ്വയംഭൂവിൽ പുഷ്പാഞ്ജലി നടത്തുകയും പുഷ്പാഞ്ജലിക്കൊടുവിൽ ഭഗവാനെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങാണിത്. പഞ്ചവാദ്യത്തിന്റെയും ഹരിഗോവിന്ദ മന്ത്രോച്ചാരണത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. പ്രിയപത്നി സതീദേവിയുടെ ദേഹവിയോഗത്തിൽ കരുതുള്ളി കോപിഷ്ഠനായി മുച്ചൂടും മുടിക്കുമെന്ന ഭാവത്തിൽ നിൽക്കുന്ന മഹാദേവന്റെ കോപം ശമിപ്പിക്കുന്നതിനായി വിഷ്ണു ഭഗവാൻ മഹാദേവനെ ആലിംഗനം ചെയ്ത് സ്വാന്തനിപ്പിക്കുന്ന പുരാവൃത്തം പുനരാവിഷ്കരിക്കുന്ന ചടങ്ങ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.